ഇപ്പോൾ തേങ്ങക്ക് നല്ല വിലയുണ്ട്. തേങ്ങക്ക് നല്ല വിലയുണ്ടായതുകൊണ്ട് ഇപ്പോൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നല്ല അതിൻ്റെ അപ്പുറത്തെ വർഷത്തേക്കാണ് കിട്ടൽ. മുമ്പേ ചെയ്യണം. തേങ്ങക്ക് വില കുറയുന്ന സമയത്ത് വളം ചെയ്യാതിരിക്കുകയും വില കൂടുമ്പം വളം ചെയ്യുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ അതങ്ങനെയല്ല, ഒരു മീഡിയം റേഞ്ചിൽ തെങ്ങിന് വളം ചെയ്യണം. ലാഭമായാലും നഷ്ടമായാലും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിനി കായ്ഫലം കിട്ടുള്ളൂ. ഈ തെങ്ങ് പരിചരണത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തെങ്ങിന് ആദ്യം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ തെങ്ങിനെ വളം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിന് കുമ്മായി ഉപയോഗിക്കണം. തടം തുറന്നിട്ട് 2 കിലോ കായ്ഫലമുള്ള തെങ്ങിന് കുമ്മായി ഉപയോഗിക്കണം. 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 10 കിലോ ജൈവവളം, അത് ചാണകമാവാം, പച്ചിലവളങ്ങളാവാം, ഏതോ ആവാം. അതിന് ശേഷം നമ്മൾ 3 കിലോ എല്ലുപൊടി, 2 കിലോ വേപ്പൻ പിണ്ണാക്ക്, 1.5 കിലോ രാസവളം, അത് യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ് അടങ്ങിയതാവാം, അല്ലെങ്കിൽ കമ്പനി വളങ്ങളാവാം. 15-15-15 സുഫല, അല്ലെങ്കിൽ 16-16, അല്ലെങ്കിൽ 18-18, അല്ലെങ്കിൽ ഫാക്ടംബോസ്, പൊട്ടാഷ്, ഇതിലേതും ആവാം. ഇത് തെങ്ങിന് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 250 ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ്, ഒരു 200 ഗ്രാം മൈക്രോ ഫുഡ്, ഇതൊരു തെങ്ങിന് വേണ്ടുന്ന വളങ്ങളാണ്. ഇതിട്ട് തടം മൂടണം. തടം മൂടിയതിന് ശേഷം നമുക്ക് അതിൽ വേണമെങ്കിൽ പിന്നെ പച്ചില വളങ്ങളും മുകളിൽ ചപ്പ് ചവറുകളൊക്കെ നിർത്താം, കുഴപ്പമില്ല, ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് സെപ്റ്റംബർ ഒക്ടോബറാണ്. ആകെ 2 പ്രാവശ്യമാണ് തെങ്ങിന് വളം ചെയ്യുന്നത്. മലയോര മേഖലയിലൊക്കെ ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യമാണ്, കാരണം അവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട്. സെപ്റ്റംബർ ഒക്ടോബറിൽ ചെയ്യുമ്പോഴും ഇതുതന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ജൈവവളം കുമ്മായം ഉപയോഗിക്കുക. കുമ്മായം 2 കിലോ വെച്ചിട്ട് കുമ്മായം ഉപയോഗിക്കുക. 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മളതിന് 10 കിലോ ജൈവവളം, ഒരു 3 കിലോ എല്ലുപൊടി, 2 കിലോ വേപ്പൻ പിണ്ണാക്ക്, ഒരു 200 ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ്, ഒരു 200 ഗ്രാം മൈക്രോ ഫുഡ്, ഈ സംഭവം ഇട്ടിട്ട് മൂടുക. മൂടിയിട്ട് അതിന് രാസവള പ്രയോഗം ഫുള്ളായി. അല്ലെങ്കിൽ നമ്മൾക്കിത് നേർവളങ്ങളായിട്ട് ഉപയോഗിക്കാം. ഇപ്പം കടയിൽ കിട്ടുന്ന ക്കാർക്ക് കുറച്ചും കൂടി വില കുറഞ്ഞ് കിട്ടുന്ന യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ്, ഇത് 3 മിക്സ് ആക്കിയിട്ട് 18-18 രൂപത്തിലിടാം, അല്ലെങ്കിൽ 15-15 രൂപത്തിലിടാം, അല്ലെങ്കിൽ 16-16 രൂപത്തിലിടാം. അതിനൊക്കെ കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം അത് ചെയ്യുകയാണെങ്കിൽ അതാണ് ലാഭം. നേർവളങ്ങൾ ഉപയോഗിക്കുന്നതാണ് ലാഭം. കമ്പനി വളങ്ങളെക്കാൾ നേർവളങ്ങളാണ് ലാഭം. ഇത് ആയി. പിന്നെ മച്ചിങ്ങ വീഴുന്നതിനെ കുറിച്ചിട്ട്, മച്ചിങ്ങ വീഴുന്നതിന് നമുക്ക് പരിചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങിന് മൈക്രോ ഫുഡ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതായത് സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതം. അത് സിങ്ക്, മെഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കാൽസ്യം, മൊളിബഡിൻ, ഇത് 10-17 മൂലകങ്ങളുണ്ട്. ഈ മൂലകങ്ങളടങ്ങിയ മൊത്തം സംയുക്തത്തെ നമ്മൾ മൈക്രോ ഫുഡ് എന്ന് പറയും. ആ സാധനം ഉപയോഗിക്കുക. അതിൽ ചെറിയ ശതമാനം ബോറക്സ് ഉണ്ട്. ബോറക്സ് നമ്മൾക്ക് അത് കൂടാതെ അഡീഷണലായിട്ട് ഉപയോഗിക്കുക. ഒരു തെങ്ങിന് 100 ഗ്രാമും കമുകിന് 50 ഗ്രാമുമാണ് പറയുന്നത്. ഈ ബോറക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മച്ചിങ്ങ പൊഴിച്ചൽ കുറയും. അത് ഒറ്റയടിക്ക് കുറയാൻ തോന്നുന്നില്ല. നിങ്ങൾ തുടർച്ചയായിട്ട് 2-3 വർഷം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറയും. ഇപ്പോൾ തേങ്ങക്ക് നല്ല വിലയുണ്ട്. തേങ്ങക്ക് നല്ല വിലയുണ്ടായതുകൊണ്ട് ഇപ്പോൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നല്ല അതിൻ്റെ അപ്പുറത്തെ വർഷത്തേക്കാണ് കിട്ടൽ. മുമ്പേ ചെയ്യണം. തേങ്ങക്ക് വില കുറയുന്ന സമയത്ത് വളം ചെയ്യാതിരിക്കുകയും വില കൂടുമ്പം വളം ചെയ്യുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ അതങ്ങനെയല്ല, ഒരു മീഡിയം റേഞ്ചിൽ തെങ്ങിന് വളം ചെയ്യണം. ലാഭമായാലും നഷ്ടമായാലും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിനി കായ്ഫലം കിട്ടുള്ളൂ. വില കൂടിയത് കൊണ്ട് ഇപ്പം തേങ്ങ ഉണ്ടാവില്ല, തേങ്ങ എണ്ണം കുറവാണ്. കമ്പനിക്കുള്ള സബ്സിഡിയൊക്കെ സർക്കാർ വെട്ടിച്ചൊരുക്കിയത് കൊണ്ട് ഇപ്പോൾ പൊട്ടാഷിനൊക്കെ 1800 രൂപയായി 50 കിലോന്. പൊട്ടാഷിന് വില കൂടുന്നത് കൊണ്ട് അതിനനുബന്ധിച്ചിട്ട് ബാക്കി എല്ലാ വളങ്ങൾക്കും വില കൂടുകയാണ്. ഇപ്പം മറ്റേ വിജയ് 17-17 ആയാലും 16-16 ആയാലും 15-15, ഈ വളങ്ങളൊക്കെ പൊട്ടാഷ് മിശ്രിതമായതുകൊണ്ട് പൊട്ടാഷിന് വില കൂടുന്നതനുസരിച്ചിട്ട് ഇതിനും വില കൂടുന്നു. 18-18 പുതിയ വില 1300 പഴയ വില 1200. പിന്നെ 16-16 പഴയ വില 1450, അതും കൂടിയിരിക്കുന്നത്. 15-15 സുഫലക്ക് 1650, അതും കൂടിയിട്ടുള്ളത്. പുതിയ വിലേൻ്റെ വന്നു, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. പഴയ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് കൃഷിക്കാർക്ക് ആവശ്യത്തിന് എടുക്കാം. സാധനം സ്റ്റോക്ക് ഉണ്ട്. ജൈവവളം നമ്മൾ ചെയ്യുന്നത് എല്ലുപൊടി കുറേ കമ്പനിക്കുണ്ട്. അതിൽ നല്ലത് നോക്കിയിട്ട് എടുക്കുക എന്നേ പറയുള്ളൂ. ഇന്ന ബ്രാൻഡ് എടുക്കണമെന്ന് പറയാൻ നമ്മൾക്ക് പറ്റില്ല. നല്ല മണ്ണും മിശ്രിതമില്ലാത്ത സാധനങ്ങൾ എടുക്കുക, നല്ല ജൈവവളമായിട്ട് ഉപയോഗിക്കുക. പിന്നീട് ഇതുണ്ട്, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക് മിശ്രിതമുണ്ട്. അത് കുറേ കമ്പനിക്കുണ്ട്. അത്
ഒരു കമ്പനീൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാ കമ്പനി അതിന് നമ്മൾ കുറേ കമ്പനിക്കുണ്ട്. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ലെതർ മീലൊക്കെ മിക്സ് ആയിട്ട് വരുന്നതുണ്ട് കൂട്ടുവളങ്ങൾ. അത് ഇന്ന കമ്പനീൻ്റെത് നല്ലത്, ഇന്ന കമ്പനീൻ്റെ മോശം എന്ന് പറയാനില്ല, അതെല്ലാ കമ്പനിക്കും ഉണ്ട്. അതായത് ഒരു രാസവളം കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ജൈവവളം നിർബന്ധമാണ്. ആ ജൈവവളം ആ കമ്പനീൻ്റെ ഏത് പേരിലാണോ ആ പേരിൽ അറിയപ്പെടുന്ന രീതിയിൽ ചെയ്യാം അവർക്ക്. അതല്ലാതെ ഇന്ന ബ്രാൻഡ് നല്ലത്, ഇന്ന ബ്രാൻഡ് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ലെതർ മീൽ മിക്സായ വളങ്ങളുണ്ട്.